ഇതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് ആത്മലോകത്തിലെ ഭാഷ ഉപയോഗിച്ച്, സാത്താന് മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിച്ച് വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ, മർമ്മങ്ങളെ ദൈവത്തിന്റെ കയ്യിലേക്ക് പെട്ടെന്ന് എത്തിച്ച് സഡൻലി അവിടെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്. കൺഫ്യൂസ് ആയി കിടക്കുന്ന മേഖലയ്ക്കകത്ത് ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയും, നിങ്ങൾ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന സോളിഷ് പ്രയറിൽ നിന്ന് ഒരു സ്പിരിറ്റ് പ്രയറിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ അവ്യക്തമാകുന്ന ഭാവിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാകാൻ പോകുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സമയമായല്ലോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാലം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്നൊരു വാക്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ, മലയാളത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾ